വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും അപകടം പിടിച്ച ചില വഴികളിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തയാണ്. ഇസ്രയേൽ ലെബനനിലേക്ക് കടന്നൊരു സാഹചര്യത്തിൽ ഇറാൻ മിസൈൽ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി അമേരിക്ക സംശയിക്കുന്നു. ആക്രമണം തടയാൻ നടപടികൾ ആരംഭിച്ചതായും വൈറ്റ് ഹൗസ് ഇന്ന് അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ കൊടുമ്പിരിക്കൊള്ളാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് അമേരിക്ക ഇന്ന് അറിയിച്ചിരിക്കുന്നത്. മിസൈൽ അറ്റാക്കിനാണ് ഇറാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുകയാണ്. മധു, എന്തൊക്കെ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്? അമേരിക്കൻ ഇന്റലിജൻസ് കൂടുതൽ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്പസമയം മുമ്പാണ് അമേരിക്കയ്ക്ക് മിലിറ്ററി ഇന്റലിജൻസ് ലഭിച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ നേരിട്ട് ഒരു യുദ്ധത്തിലേക്ക് വരുമെന്നാണ്. ഇത്രയും നാൾ ഇറാൻ നിഴൽ യുദ്ധമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഇന്റലിജൻസ് വിവരം അമേരിക്ക ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെ പ്രതിരോധിക്കുവാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞതായിട്ട് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇറാൻ നേരിട്ട് ഒരു യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ തിരിയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 40,000-ഓളം അമേരിക്കൻ സൈന്യമാണ് ഈ പശ്ചിമേഷ്യയിൽ ഉള്ളത്. ഇത് കൂടാതെ ഈ ഒരു പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ വളർന്നു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ സൈനികരെയും അതുപോലെ യുദ്ധവിമാനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക അയച്ചിട്ടുണ്ട്. US എംബസി ഇസ്രായേലിലെ അവിടുത്തെ ജീവനക്കാരോട് എത്രയും പെട്ടെന്ന് ഭൂഗർഭ അറകളിലേക്ക് മാറുവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മാസങ്ങൾക്ക് ശേഷം ഇത്തരം ഒരു നിർദ്ദേശം ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. ഏതാണ്ട് 10,000-ലധികം ഇസ്രായേലിന്റെ സൈനികരാണ് ഈ തെക്കൻ ലെബനനിലെ അതിർത്തികളിലെ ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മൾ ന്യൂസ് ബ്രേക്ക് ചെയ്തായിരുന്നു കരയുദ്ധം ആരംഭിച്ചെന്ന്. ഈ കരയുദ്ധത്തിന്റെ ഭാഗമായിട്ട് എത്രമാത്രം സൈന്യം ഇസ്രയേലിന്റെ ഈ ലെബനന് ഉള്ളിൽ ഉണ്ടെന്നുള്ളതിന് ഒരു വ്യക്തതയുമില്ല. എന്നിരുന്നാൽ തന്നെ നേരത്തെ SK സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ വളരുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ഇറാൻ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ സംഭവിക്കുക. SK. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. മധു നൽകിയ വിവരമനുസരിച്ച് അമേരിക്കൻ മിലിറ്ററി ഇൻ്റലിജൻസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഒളിയുദ്ധത്തിൻ്റെ പാത കൈവിട്ട് തെളിയുദ്ധത്തിലേക്ക് ഇറാൻ ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇറാൻ കൂടി ഇന്ന് വെളുപ്പിന് വന്നൊരു വാർത്തയായിരുന്നു ലെബനിലേക്ക് ഇസ്രയേലിൻ്റെ സൈന്യം കടന്നു എന്നത്. അതോടെ തന്നെ ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് അമേരിക്കൻ മിലിറ്ററി ഇൻ്റലിജൻസ് മനസ്സിലാക്കിയതായി വൈറ്റ് ഹൗസ് അറിയിക്കുന്നത്.